രമ്യാശയനായി കീപ്പാപ്പോൾ സഭയിനടിസ്ഥാനം സർവവിധം പൗലോസ്തുല്യം നിബിയർക്കുത്തമ സോദരനേ സ്ലീഹഗണത്തിൽ പെട്ടോനേ ഏലിയാപോൽ വൈരാഗി യോഹാനോനിവ സന്യാസി നിന്നെ വരിച്ചൊരു സഭധന്യ നല്ലിടയാ ഭരണസമർത്ഥാനി വന്നിടുകരം മ്യാശയനായി കീപ്പാപ്പോൾ സഭയിനടിസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സ്തുതിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുള്ള സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനാൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശ്രോഷലും പ്രാർത്ഥനകളും കേൾക്കണം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ബാറഖമോ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിനക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടമുള്ള നല്ല രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെയും നിരുദ്രഫലമായ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിയുള്ള കന്യകയും മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞ സമയത്തും ദൈവം അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഖേദിക്കേണ്ട മശിഹായിൽ മൃതരായോരേ പ്രതിഫലദിനവും പുനരുത്ഥാനവുമാഗതമായി രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാതെഴുന്നേൽക്കും കബറുകളിൽ നിന്നും മഹിതമതാം നിലയങ്കി ചാർത്തി സ്തുതി പാടും തൻ സവിതേ നിങ്ങൾ ആദാമിൻ സുതജീവദനെ ദയ ചെയ്തിടണം. ബാരക്കുമോ ബോലബറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ. ധൂപാർപ്പണം അത് മൂന്നാം നാളിൽ മൃതരായോർക്കായി ചെയ്യും പതിവാദി തന്നെ സിദ്ധ കാണിച്ച മോറാനീശോ ഹൃദി പൂണ്ടപ്പോളിറേർമർത്യ റുഹാമൂലം കബറുള്ളിൽ സംസ്കാരം ചെയ്തു. മണ്ണാല ദാമിനെ സൃഷ്ടിച്ചോ ഉയരുന്നൂപം വച്ച അടിയാർ ധൂപാൽ നിന്ദാസകാശ്വാസം നൽക മുറിയോറാഹിന്മേലൈരുവാദാരേ. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ.
നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരബറാഹത്തിന്റെയും ഇസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃത തന്നുയരും സുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ശുശ്രൂഷയും പ്രാർത്ഥനയും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. Holy are thou, O God, holy are thou, Almighty, holy are thou, immortal, crucified for us, have mercy upon us. Holy are thou, O God, Holy are thou, Almighty, holy are thou, immortal, crucified for us, have mercy upon us. holy are thou, O God, Holy are thou, Almighty, holy are thou, immortal, crucified for us, have mercy upon us. Lord, have mercy upon us. Lord, be kind and have mercy. Lord, accept our prayers and worship and have mercy upon us. Glory be to thee, O God. Glory be to thee, O Creator. Glory be to the Christ, in whom does pity sinners, the servants, Barakamo. Our Father who art in heaven, Hallowed be your name, thy kingdom come, thy will be done on earth as it is in heaven. Give us today our daily bread, forgive us the debts and sins, as you have forgiven our debtors. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power and the glory forever. Amen. Shubhola, Bola, Broval, Ruho, Kadisho, കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളോട് ഉപദേശിക്കുകയും നല്ല മേച്ചിൽ സ്ഥലത്ത് ഞങ്ങളെ മേയ്ക്കുകയും ചെയ്തിട്ടുള്ളതായ ഞങ്ങൾക്ക് അൽപിതാവായ മോറിയാക്കു പ്രധാനായുടെ ഉപദേശത്തിൽ ഞങ്ങൾ സ്ഥിരപ്പെട്ടിരിപ്പാനും അവന്റെ നടപടികളിൽ പ്രകാരം നടക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആ പിതാവിന്റെ പ്രാർത്ഥനകളാൽ സഭയിൽ നിരപ്പും സമാധാനം വർദ്ധിപ്പിക്കുമാറാകണമേ. പരിശുദ്ധ പിതാവായ മോറിയാക്കു പ്രധാനോ നിന്റെ ഓർമ്മയാഘോഷിക്കുകയും നിന്റെ പെരുന്നാളിന് വന്നുകൂടുകയും ചെയ്തിട്ടുള്ള എല്ലാവരും ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിപ്പാൻ വേണ്ടി നീ അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനകളാൽ ദൈവം നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിരപ്പും സമാധാനവും ശുഭമുള്ള ആണ്ടുകളും സന്തോഷത്തിന്റെ മാസങ്ങൾ നൽകുമാറാകണമേ. മോറൻ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് വിരുദ്ധമായതിന് ഞാൻ പാപം ചെയ്തോ, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തോ. നിന്റെ വചനത്തിൽ നീ നീതിയിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി ഇഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ നിന്നെ അറിയിച്ചു. നിന്റെ സോപാനമേ തിളയ്ക്കണമേ. ഞാൻ വെടുപ്പാക്കപ്പെടും, അതിനാൽ വെണ്മയാക്കണമേ. ഉറച്ചവഞ്ചനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ. ക്ഷീണത്തിൽ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയനെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അടിക്കുകയും അരുതേ. എന്നാലും നിന്റെ ആനന്ദവും രക്ഷയെ തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷിതയുമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവിനെ നീതി സഹിക്കും. കർത്താവേ, എന്റെ അതിരുകളെ തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നിരപായതുമില്ല.
ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. സിഹോനോട് തന്നെ ചെയ്യണമേ, ഊർഷ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളുടെ ഹോമബലികൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയുടെ കാലുകൾ ബലിയായി കയറും. ദൈവമേ സ്നേഹയോഗ്യമാവുന്നു. പാറയ്ക്കുമോ കർത്താവിനെ വിളിച്ചുവല്ലോ. എന്നോട് നീ ഉത്തരമരുളി ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ച് കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന മുമ്പാകത്തുക പോലെയും എന്റെ കൈകളിൽ നല്ല കാഴ്ച സന്ധ്യയുടെ ഒരുപാട് പോലെ ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയ ദുഷ്കായതും ചായായി ഞാൻ അന്യാദികളെ പ്രവർത്തിക്കാതിരിക്കുന്ന തക്കവണ്ണം എന്റെ കാവയ്ക്ക് കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് കാവൽക്കാരെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ ചേർമാരാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയ്ക്ക് കൊഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയിൻ മുനിയാൽ തടപ്പപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. ഒഴിവ് ഭൂമിയെ പിളർക്കുന്ന പോലെ ശൗക്യരുടെ വാക്കിരെ അവിടെ അശ്രചിതരപ്പെട്ടു. കർത്താവെ, ഞാൻ എൻ്റെ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കൈകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് വരെ അന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ എൻ വിഷത്തിൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പായി എന്നെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പായി എന്നെ ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഊടുവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എൻ്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവെ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവെ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എൻ്റെ ആശ്രയവും എൻ്റെ ഓഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നുകൊണ്ട് എൻ്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നാൽക്കാൽ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്നെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹം പ്രപിടിക്കണമേ. നീ എന്നോട് ഉത്തരമളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവെ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവെ, എൻ്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദേഹം എല്ലായ്പ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. പാവിളി എനിക്കായിട്ട് കണികളെ വെച്ചു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളൊന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കും അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളെ എന്നേക്കും സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ മെൻവോലം വാദാമൽവോലം വൽമീനാമേ. യാചിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം. ഭൂപതി സവിതേ ഭൂതലമാകെ സമാധാനം ശാന്തിയുമേകാൻ തന്തയവാൻ തരയുന്നു. അഖിലേശൻ നീക്കട്ടെ കോപത്തിൻ വടികളോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യം ഇടവിടാതെ നിനക്ക് കരയറ്റുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബാറഖ്യമോർ പ്രതിഫലത്തിന്റെയും വെടിപ്പുള്ള കിരീടങ്ങളുടെയും ദാതാവായ വചനമായ ദൈവമേ, നീ സ്വർഗീയരുടെയും ഭൗമികരുടെയും രാജാവാകുന്നു. മരണത്തോടുള്ള കഷ്ടപ്പാടിൻ്റെ വഴിയിൽ നടന്നവൻ നീയാകുന്നു. മരണത്തിൻ്റെ അടുക്കലേക്കുള്ള തൻ്റെ പിന്നാലെ തൻ്റെ സൈന്യങ്ങളും പ്രയാണം ചെയ്യുന്നു. നല്ലവനായ തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ബുഗുൽഹുൻ യൗമോ സുദുഹായായിൻ
ലോൽമീ ആരഖ്യമോർ നിബിയന്മാരും സ്ലീഹന്മാരും സഹദേന്മാരും ഔദ്യാനന്മാരുമായുള്ളവരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സത്യത്തിൻ്റെ ഗോപുരവും സത്യവിശ്വാസത്തിൻ്റെ കർഷകരും പരിശുദ്ധ സഭയുടെ ശില്പികളും പാപമുറിവുകളുടെ വൈദ്യന്മാരും വഴിതെറ്റിലെ പിഴുതുകളയുന്നവരും ജീവന്റെ യാത്രയുടെ ഭൗമിക നക്ഷത്രങ്ങളും ആത്മീയ ഉപ്പും ഭൂതലത്തിൻ്റെ സഹായികളുമാകുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുന്നവരാകണമേ. നിങ്ങൾ പരിശുദ്ധ യാചനകൾ മുഖാന്തരം ബന്ധിതർ രക്ഷ പ്രാപിക്കുകയും ധനവാന്മാർ അനുഗ്രഹിക്കപ്പെടുകയും ആവശ്യക്കാർ പുലർത്തപ്പെടുകയും രോഗികൾ സൗഖ്യപ്പെടുകയും കോപത്തിൻ്റെ പടികൾ കണ്ടതി കളകളെയും ചെയ്യുമാറാകണമേ. സഭയെ സകല സമാധാനത്തിലും പുരോഹിതന്മാരും ഇടയന്മാരും കരുണയാൽ കാത്തുകൊള്ളപ്പെടുകയും ചെയ്യണമേ. സകലർക്കും നല്ല മാതൃകയായി തീർന്നവർ യാക്കോബുർത്തോനാം ഞങ്ങൾ രാവും പകലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും സകല സൽപ്രവർത്തികളും നിന്നിൽ സദൃശ്യപ്പെടുവാൻ ഇടവരുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മകളിൽ ഐശ്വര്യവാനാകുവാൻ യാചിക്കുന്ന എല്ലാവരും മുമ്പിൽ കർത്താവിൻ്റെ ശ്രീഭണ്ഡാരത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നുവല്ലോ. ഉണങ്ങിയ ആസ്തിയിൽ നിന്ന് അത്ഭുതകരമായി ശിംശോൻ്റെ പേർക്ക് വെള്ളമൊഴുക്കുകയും അവൻ അതിൽ നിന്ന് കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്തതുപോലെ കർത്താവേ, നിന്റെ വാത്സല്യനായ മോർ യാക്കോബുർത്തോനോട് പ്രാർത്ഥനകൾ സങ്കേതം പ്രാപിക്കുന്നവരായ ഞങ്ങൾക്ക് സർവസഹായങ്ങളും നീ നൽകണമേ. മോർ യാക്കോബുർത്തോനോ, നിന്റെ പ്രാർത്ഥന മൂലം ആവശ്യക്കാരായ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും സമാധാനവും രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് പാപമോചനവും ലഭിക്കുമാറാകണമേ. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബബുകുല സുബാൻ മീൻ ബാറയ്ക്കുമോ بدريهن الميلولم آمين. شبهي كلهن يموصون സ്നേഹൻ മാ സിദ്ധ സഹദേർക്കും പരിമളധൂപത്തോ ഓർമ്മ ഭവിക്കട്ടെ. ബാരക്കുമോ ോലം വാദാമൽ ഓലം വൽ മീനാമീൻ. വിമല സഭയ്ക്കും തൽ പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ ഓർമ്മ വാഴ്വായി തീരണമേ. അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ. ദൈവസുതൻ ജനനി കന്യകമറിയാമി നോയാർ മുഴുവനിലും പരിമളമേകുന്നു. ഭാഗ്യം നിബിയർക്കോ ഭാഗ്യം സ്നേഹർക്കോ ഭാഗ്യം സഹദേർക്കോ പുനരുത്ഥാനദിനെ. മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പോ ഉന്നത പദമേറി. നീതി നിറഞ്ഞവനെ ന്യായാധിപതേ നീ കൃപയാൽ ക്ഷമയേകി ദയചൊരിയുഗനാഥ. ത്യജിച്ചു പറഞ്ഞോ നാം ശീമോനെന്നതുപോൽ ശരണാഗതനാമിൻ മേൽ ദയ ചെയ്യണമേ. ആതങ്കം തേണ്ട താനന്ദസ്ഥാനെ പിതൃസോദരരെല്ലാം വിശ്രമമേൽക്കണമേ. ആധാരേ ബർഖമോർ ദൈവമായ കർത്താവേ, നിന്റെ ദാസർ അർപ്പിക്കുന്ന പരിമള ധൂപം കരുണയോടെ അവിടുന്ന് സ്വീകരിക്കണമേ. നിന്റെ ആചാര്യന്മാരുടെ ധൂപാർപ്പണത്തിൽ നീ സംപ്രീതനാകണമേ. നിന്റെ ആരാധകരുടെ ശുശ്രൂഷയിൽ അവിടുന്ന് പ്രസാദിക്കണമേ. അതുമൂലം നിന്നെ പ്രസവിച്ച മാതാവിനും നിന്റെ വിശുദ്ധന്മാർക്കും പ്രത്യേകാൽ ഇന്ന് ആരുടെ ഓർമ്മയും അടിയങ്ങൾ കൊണ്ടാടുന്നുവോ അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ മോർ യാക്കോബ് പ്രധാനായിക്കും നല്ല ഓർമ്മയും വിശ്വാസികളായ സകലവരെ ദീർഘ ആശ്വാസവും നൽകണമേ.
തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബറക്കുമോർ ഹോശോ വബ്കുലസ്ബാൻ ലവൽ മീ മാലക് സോമനിയാമീനോ ഹാലേലുയ. ദേവജനനീ ധന്യേ കന്യകമറിയാം ഒരു മേഘം നീതി ഇൻ സൂര്യൻ ഉജ്ജ്വലമായി ശോഭ പരത്തിയൊരമ്പരവും നീ ദൃഷ്ടാന്തമതാൽ മോശ വരച്ച ദിവ്യ വരണം നീ ഭൂവാനോ സംവാഹി പോലെ പേറിയ ശാരീരികരഥവും നീ കർത്തൃഹിതത്താൽ തന്മാതാവായി തീർന്നൊരു തരുണി ബാരക്കുമോ. ദൈവജനനി കന്യേ നാനാദിശയിൽ നിന്നെങ്ങൾ മേലറുന്നോരലകൾ നീക്കണമേ. സർവേശ്വര സവിധം ധൈര്യമുള്ളോരമ്പേ തിരുസുതനരുളും ദയങ്ങളിലാകാ അർത്ഥിക്കാം. സൗഖ്യം രോഗാതുരകട്ടെ വിഷമിപ്പോ ആശ്വാസത്തെയും ദൂരസ്ഥർ പ്രത്യാഗമനം മോചനമെങ്ങൾക്കും. നീൻ വത്സലർ പന്തിരുശ്രീഹർ പ്രാർത്ഥന മൂലം വാഴ്ത്തുക നാഥ കൃപയാലെ പന്തിരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ. വിളഭൂമികൾ വിളവോ ഫലമൂലാദികൾ വളരാനായി വാഴ്വേറോ വൃഷ്ടിയുമേ ഗണമേ. നിർധനരവശർ ഭക്ഷിച്ചു നിൻ സ്തുതി പാടട്ടെ. സ്തേഫാനോസിൻ വധനേരത്തേറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മിതനായി പാരും കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവോ. അറിയാതിവരതു ചെയ്യുന്നു ക്ഷമ നൽകുകനാഥ. മൃതിനേര തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥ അനുയോജ്യൻ ദാസൻ തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണ മയനീശു. നാഥാ നിൻ വരവ് വരയ്ക്കും സഭയിൽ നിന്നോ മക്കളിൽ നിന്നും മോര്യാക്കോപുർവാങ്ങിടരുതേ. ദേറാകൾ പള്ളികളിൽ നിന്നും നാനാദിശയിൽ സ്തുതിയുയരട്ടെ. നിൻ പേർക്കായി വർദ്ധിതമായെന്നോ സ്തുതിയുയരേ. ഈറേന്മാർ വൃന്ദം ഭൂമി മനുജ സ്തോത്രവും അർപ്പിക്കും. ഭക്തർ സ്മൃതി വിസ്തൃതമാക്കും തിരുനാമത്തിനായി. നാഥാമുഖപക്ഷം തെല്ലും നിൻ വിധി നേരത്തില്ലാത്തതിനാലീ പാപി ഖേദിക്കുന്നേറ്റം. ഭീകരമാം ഗ്രന്ഥത്തിനും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപ ദേശിക. നിൻ കൃപ നിൻ നീതിയോടർത്തിക്കും. എൻ കുറ്റം മോചനവും നേടും. പാപം ചെയ്തൻ നിൽക്കുന്നോൻ ദയ തോന്നണമെന്മേൽ. ന്യായേശൻ നിഷ്കരുണം വിധി ചെയ്തിടോ. ഇല്ലാതെല്ലാം മുഖപക്ഷം കൈക്കോലിയുമിവിടെ
ശോധിതമാം സ്വർണത്തേക്കാൾ രത്നത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമുൻപിൽ പ്രീതി നാദായൻ കണ്ണീർ കൈക്കൊണ്ടേ തെൻ പാപവും കടവും മോചിക്ക കൃപയാലെന്മേൽ കനിയണമേ ദയചെയ്യുകനാഥ. ഞങ്ങൾക്കായി അവതീർണനായി നരനായി തീർന്ന പീഡകളേറ്റിക രക്ഷിച്ച നാഥ ദേവേശ, ഏതനിലേക്കാദാമിൻ പുനരാഗമനം നൽകാനായി ശബ്ദമതാം ഭൂവിൽ നീമേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉദ്ധാനം കാക്ഷിക്കുന്നോരിൽ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ. സംസാരിച്ചിടുമൻ വായ് വിജ്ഞാനം ഏൻ ഹൃദു വിവേകത്തെ ധ്യാനിക്കും. ഹല്ലേലൂയ. Of the hell son exfuso sus nashmanas perso de mine ayoso dalo hod bevangelion kadisho de moran yeshom shiho de mesagre alain Slomo lugulkhun. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരായി തീർക്കുമാറാകട്ടെ. Evangelion kadishot moran eshmishio Kursus Mahioniso men Matais Liho Magrusono the Magres Hayo Furcano Lolmo. വാഴ്ത്തപ്പെട്ടവരാവുന്നു നമ്മുടെ രക്ഷകനായ തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേത്തകരുടെയും എന്നേക്കുണ്ടായിരിക്കട്ടെ. Sabno Hokil Dam the Varonos Morn Valohan Furcodilaneshum Shiho Melsuhaya Dalawad Basar Men Sulto Kadisto Mariam Holenden Hokano Hawain. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. നമ്മുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് ചേരുന്നവനല്ല. തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്ത ഒരുത്തനും എനിക്ക് ചേരുന്നവനല്ല. തന്റെ ജീവനെ കരുതുന്നവൻ അതിനെ നശിപ്പിക്കും. എന്നാൽ എനിക്ക് വേണ്ടി തന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ സമ്പാദിക്കുകയും ചെയ്യും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെയും കൈക്കൊള്ളുന്നു. ദീർഘദർശി എന്ന നിലയിൽ ഒരു ദീർഘദർശിയെ കൈക്കൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കുന്നു. പുണ്യവാൻ എന്ന നിലയിൽ ഒരു പുണ്യവാനെ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താലും അതിന്റെ ഫലം പോലും ഒരു നഷ്ടമായി പോകുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചൊരുളി ചെയ്തു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയോ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശുഭഹോല ബോലബറോ വൽറുഹോ കാദീശോ. മെൻവോലം വാദാമൽവോലം വൽമീനാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിന സൗമ്യൻ കാലോസ് കുറിയേലായിസോ. ഭൂവാനം നാഥ
നിന്റെ അധികാരം തേയാവിടെങ്ങോ ദേഹികളേക്ക തൻപാൽമതരിൽ കൃപ ചെയ്യുക പാർക്കുമോ ജീവദനീതേ സ്തോത്രം ഉയർക്കബറിൽ നൽകും നാഥ തൃത്വത്തിൻ തിരുനാമത്തിൽ എന്നേക്കും ഹാലേലൂയ മുറിയോറാഹിം മേലൈനു ആധാരേ മാതൃവിശുദ്ധരുടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും ധന്യം നീബിയ സ്ലീഹർ സഹദേന്മാരെ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ കഭയം തന്നെ തുണയേകണമേ പിതൃവത്സലരേ സുതമർമ്മത്തെ നാത്മജരേതാൻ വേത്തം പ്രാപി ചാർത്തരയെല്ലാം സംരക്ഷിപ്പേ നിർമ്മലരാകും വാനവഗാനം കൈക്കൊള്ളുവോലി ആടിയ സ്തോത്രം കേൾക്കണമൻപാ ദയചെയ്യണം മാതൃവിശുദ്ധരുടോർമ്മയെ ഘോഷിക്കും ഞങ്ങൾക്കും വേഗതർക്കും സൽ പുണ്യം നൽകാതൽ പ്രാർത്ഥനയാ സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവിനും ശുദ്ധന്മാർക്കും വിഗതർക്കും നൽ സ്മൃതി വളരട്ടെ കദീശാതാലോഹോം കദ്ശോനോദ് കദീശയെ കാദീശാദ് ഹൈൽസോനോ മൊഹൈലോനോ ദസലിതേയേ കാദീശത് ലോമോയൂസോ യോഹബ കുദിശലകാദീശയെ ദേസലദമേ തോലോസാ യസറാഹാമേലാൻ കദീശാതാലോഹോം കദ്ശോനോദ് കദീശയെ കാദീശാദ് ഹൈൽസോനോ മൊഹൈലോനോ ദസലിതേയേ കാദീശത് ലോമോയൂസോ യോഹബ കുദിശലകാദീശയെ ദേസലദമേ തോലോസാ യസറാഹാമേലാൻ കദീശാതാലോഹോം കദ്ശോനോദ് കദീശയെ കാദീശാദ് ഹൈൽസോനോ മൊഹൈലോനോ ദസലിതേയേ കാദീശത് ലോമോയൂസോ യോഹബ കുദിശലകാദീശയെ ദേസലദമേ തോലോസാ യസറാഹാമേലാൻ ഓറാന സറഹാമലൈൻ മോറാൻ ഉസുറാഹേ മേലാൻ മോറങ്കാബിൽ ദശമെസ്തൻ വസലാവോസാൻ യസറാഹാമേലാൻ ശുഭഹോലകുമോരോയോ ശുഭഹോലകുമൽകുമശീഹു ഹോയലഹാത്തോയെ അബദായി ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമാകണമേ
ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണകാലത്ത് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണകാലത്ത് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണകാലത്ത് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതോടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുമോദ്യാനം പൂകായ് വാനെന്നെ വേലിക്കൊപ്പം നേർക്കുന്നൻ കടമോർ തുണ്ടു ഭയം നാദ നരകത്തിൽ നിന്നെ ഏറ്റി പാർപ്പിക്കുക നീൻ ഹിതമോത്താദിൽ പാർക്കുമോ. രക്ഷകനേശു മഹാരാജ സ്തുതി ചെയ്യുന്നേ. അനുതാപം കാർമുന്നിൻ വാതിൽ തുറന്നിടുന്നു. എല്ലാ നന്മയുമേകും നിൻ നന്ദുനിയാവാനെന്നെ നിൻ നൽവരമേകി സന്തോഷിപ്പിക്കാം. മറിയോറാഹിമേലൈനുവാദാരേ. പാപികളോടാർദ്രതയുള്ളോനേ നാഥ കാരുണ്യം ചെയ്നിൻ ന്യായ തീർപ്പിൻ നാൾ. ദുഃഖം പൂണ്ടോർ നിൻ വാതിൽ മുട്ടുന്നു. കാരുണ്യത്താൽ നൽകണം യാചനയെ. സ്വർഗസ്ഥൻ ദാതാ പ്രാർത്ഥിക്കുന്നടിയാർ കൈക്കൊണ്ടേ കർമ്മം കാരുണ്യം ചെയ്യുക. വിണ്ണവർ തന്നാഥ മൺമയരാശയുമേ കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. Barak more those who dwell in the secret place of the Most High, whoever abides under the shadow of the Almighty. Barkmore, save the Lord, He's my refuge, my fortress, my God, in Him I'll trust. For he shall deliver you from the snare of stumbling and from idle talk. He shall cover you with His feathers, under His wings you'll be safe. His truth shall be your armor. You shall not be afraid of the terror by night, nor of the arrow that flies by the day, nor for the plague that travels in the darkness, nor for the destruction of the wind in the noon. 1,000 shall fall at your side, and 10,000 at your right hand, but they shall not come near you. Only with your eyes you shall behold and see the reward of the wicked. Because you are my Lord, my refuge, who has made his habitation in the Most High. No evil shall come near you, no plague shall come near your dwelling. For he shall give his angels charge over you, to keep you in all your ways. For they shall bear you up in their hands, so that your foot shall not dash against a stone. You shall tread upon the lion and the adder, and you shall trample the young lion and the dragon. Because he has sought me, I will deliver him and strengthen him. He shall call upon me, because he has known my name. I will answer him, and I will be with him in trouble. I will strengthen him and honor him. I will satisfy him with long life and show him my salvation. I will lift up my eyes to the mountains, from where will my helper come? My help is from the Lord, who made heaven and earth. He will not let your foot to tremble. He who keeps you will not slumber. Behold, he that keeps Israel
shall neither slumber nor sleep. The Lord is your keeper, the Lord shall overshadow you with his right hand. The sun shall not smite you by day, nor the moon by night. The Lord shall preserve you from all evil, he shall preserve your soul. The Lord shall preserve your going and coming from henceforth and forevermore. And to you belongs praise, O God. Barak Amo. Shubhola Bulabroval Roho Kadisho, Hallelujah, Hallelujah, Hallelujah. Menolam Vadam Lolam Vol Minamin. മഹോന്നതമലരിക്കുന്ന കർത്താവേ, നിന്റെ കരുണയുടെ ചെറുകളുടെ കീഴിലും മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്തുള്ള രാജാവായ രക്ഷകനായ മിശിഹ, നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നൽകണമേ. നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പുണ്യപ്പെടുത്തി പരമാരുടെ ലോകങ്ങളിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവനോടിരിക്കുന്ന നാളുകളൊക്കെ നിന്റെ വലത് ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴ്മാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വവും ഉള്ളവനാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, ഞാൻ സ്തുതിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണോ. We believe in one true God, the Father Almighty, maker of heaven and earth, and of all things visible and invisible, and the one Lord Jesus Christ, the only begotten Son of God, begotten of the Father before all worlds, light of light, very God of very God, begotten, not made, being of the same substance with the Father, and whom by all things are made, who for us men and for our salvation came down from heaven and was incarnate of the Holy Spirit and of the Virgin Mary, Mother of God, and became man, and was crucified for us in the days of Pontius Pilate, and suffered and died and was buried, and the third day rose according to his will, and ascended into heaven and sat on the right hand of his Father, and shall come again in his great glory to judge both the living and the dead, whose kingdom shall have no end. And the one living Holy Spirit, the life-giving Lord of all, who proceeds from the Father, and who with the Father and the Son is worshipped and glorified, who spoke to the prophets and the apostles, and in the one holy Catholic and Apostolic Church we confess one baptism for the remission of sins, and look for the resurrection of the dead and the new life in the world to come. Amen. നിന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയ നിൻ വലഭാഗേ രാജഭാമിനിയോ ഹാലേലൂയായോ ഹാലേലൂയ നിൻ ജനമോർലായ വിഗ്രഹവും പാറക്കുമോ മെൻവോലം വാദാമൽ വോലം വൽമീനാമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കീണം സ്തോമിൻ ഗാലോസ് കുരിയേലായിസോ മറിയാമിന്നോർമ്മ വാഴ്വായി തീരണമേ അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ പാർക്കുമോ ദൈവസുതൻ ജനനീ കന്യകമറിയാമേ നോയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോറാഹിൻ മേലൈനോ വാദാരേ നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മ
ദൈവജനോടർത്ഥിക്കാം. നയവാൻ പന പോലെ തളർത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോനിലെ കാരകിൽ പോൽ. വൃദ്ധതലെ മമതകളിട്ട് തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. മെൻവോലം വാദാമൽ വോലം വൽമിനാമി. ഒരു പോലിങ്ങും മോർയാക്കുബുർദോനോ. ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സൗമ്യൻ കാലോസ് കുരിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർയാക്കൂബ് പതിവിൻ പടി നീൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം പാർക്കുമോ. നിന്നെ വരിച്ചൊരു താതനും മോര്യാക്കോബുർദോനോ. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനോ സ്തോത്രം. നിന്നെ മുടിച്ചോളിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മറിയോറാഹിൻ മേലൈരുവാതാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും. ഹാലേ ലൂയോ ഹാലേ ലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാർക്കുമോ. മെൻവോലം വാദാമൽ വോലം വൽമിനാമി. ശുചിയോട് ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. സൗമ്യൻ കാലോസ് കുരിയേലായിസോ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി മൺമയരുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും. അതു കാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേറി കൂറോ നീറന്മാ. മണ്ണിനുയർച്ചയിൽ ആശ്ചര്യം പാർക്കുമോ. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോടൊന്നിച്ച് സ്കറിയായി കരുതു നൽകി മോശ. സ്കറിയായ യോഹന്നാനേകി. യോഹന്നാൻ കർത്താവിനും കർത്താവൻ സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാർ. മൊറിയോറാഹിൻ മേലൈരുവാതാരേ. മുടികൾ മുടഞ്ഞോട്ടെ തുകിടും ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലനായി പരികർമ്മിപ്പോ. ആചാര്യവകവചൂടിടോ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധനായ മോറിയാക്കോബുർദോനയുടെ പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവതമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, അവിടുത്തെ ശ്രേഷ്ഠ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ
ബലഹീനമുള്ള കുറവുകളുമായ അടികളും ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കപ്പെട്ടവയും അംഗീകാരയോഗ്യവുമായ തീരുമാറാകണമേ. Abo babruho kadisha hosha babukulisban level mean Grelaison Moranas Rahamalen Moranan Melen Shibolok Mora Shibolok Zaman Barakamo. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive our trespasses, as we forgive who trespass against us. Lead us not in temptation, but deliver us from the evil one. For thine is the kingdom, power, and the glory, forever and ever. Peace to you, Mary, full of grace. Our Lord is with thee. Blessed art thou, blessed is the fruit of thy womb, Lord Jesus Christ. O Virgin Saint Mary, Mother of God, pray for us sinners, now and at all times, and the hour of our death. Amen. Please be seated. ഇന്നും നാളെയുമായി നമ്മുടെ കാവൽ പിതാവായ പരിശുദ്ധനായ മോർ യാക്കോബ് ബുർദോനായുടെ ഓർമ്മ പെരുന്നാൾ ഇടവക സമുചിതമായി കൊണ്ടാടുന്നു. നമുക്ക് ഏവർക്കും അനുഗ്രഹമായ രീതിയിൽ ഇന്ന് രാവിലെയും വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം നൽകി. നാളെ വിശുദ്ധ ആരാധനയിലൂടെ വീണ്ടും നമുക്ക് നമ്മുടെ കാൽപിതാവിൻ്റെ ഓർമ്മയെ ആചരിക്കുവാൻ ഉള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയിക്കുന്നതാണ്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറഖ്മോർ തിരുമേനി അഭിനന്ദ തിരുവനന്തപുരം ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിനന്ദ തിരുവനന്തപുരത്തിൻ്റെ അനുവാദത്തോടുകൂടി ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചും പരിശുദ്ധ യാക്കോബ് ബുർദോനായുടെ ജീവിതത്തെ സംബന്ധിച്ചും ഇന്ന് അഭിനന്ദ തിരുവനന്തപുരത്തിൻ്റെ തൃക്കരങ്ങളാൽ കൊറൂയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഇത്രയും പ്രിയപ്പെട്ട ഡോക്ടർ സിനോജ് എബ്രഹാം ഷമാഷൻ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനന്ദ തിരുമേനി, അച്ഛന്മാരെ, ഷമാശന്മാരെ, കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു കൊറൂയോ പട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് എപ്പോഴും ഒരു 2 മിനിറ്റ് പ്രസംഗിക്കണം എന്ന്. എപ്പോൾ ചോദിച്ചാലും ഒരു 2 മിനിറ്റ് പ്രസംഗിക്കാൻ തയ്യാറാണ്. ഇത്ര പെട്ടെന്ന് ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇന്ന് നമ്മുടെ ഇടവകയുടെ ഒരു വളരെ സുപ്രധാനമായ ഒരു ദിവസമാണല്ലോ. നമ്മുടെ ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധനായ മാർ യാക്കോബ് ബുർദോനായുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയം നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നമ്മുടെ ഇടവകയുടെ മെത്രാപ്പൊലീത്ത, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിനന്ദ തീത്തോസ് തിരുമേനിയുടെ പ്രത്യേക സാന്നിധ്യം നമ്മളെ ഒന്നുകൂടി സന്തോഷപ്രദമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസം നീതിമാൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ, അതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. നമുക്ക് നമ്മുടെ പരിശുദ്ധനായ യാക്കോബ് ബുർദോനായെ പറ്റി പറയുമ്പോൾ ഒത്തിരി സംസാരിക്കാനുണ്ട്. പരിശുദ്ധ സഭയെ ഒരു പീഡന കാലഘട്ടത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ച് ഉയർന്നു വരുവാനായിട്ട് കാരണഭൂതനായ പിതാവാണ് പരിശുദ്ധനായ യാക്കോബ് ബുർദോന. ബുർദോന എന്ന പേര് തന്നെ കുതിരകൾക്ക് ധരിപ്പിക്കുന്നതായ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നനായി അങ്ങ് മെസോപ്പൊട്ടേമിയയിലും സിറിയയിലും എല്ലാം നടന്ന് ഏകദേശം ചില എഴുത്തുകളിൽ പറയുന്നത് ലക്ഷക്കണക്കിന് പുരോഹിതന്മാരെയും ഒക്കെ വാഴിച്ചിട്ടുള്ള ഒരു പരിശുദ്ധ പിതാവ് ഇദ്ദേഹം കാരണമാണ് ഈ ഒരു സുറിയാനി സഭ ഇന്ന് അതിൻ്റെ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മൾ പറയും മലങ്കരയുടെ യാക്കോബ് ബുർദോനയായിട്ട് പരിശുദ്ധ നമ്മുടെ ബിസേലിയോസ് കത്തോലിക്ക ബാവയെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ യാക്കോബ് ബുർദോനയുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭയ്ക്ക് യാക്കോബായ സഭ എന്ന് പറയുന്നത് തന്നെ. യാക്കോബായക്കാരൻ എന്നുള്ളത് നമ്മുടെ ഒരു ഇരട്ടപ്പേരാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വിളിപ്പേരാണ്. നമ്മളെല്ലാവരും യാക്കോബായക്കാരൻ എന്നാണല്ലോ പറയുന്നത്. യാക്കോബ് ബുർദോനയാണ് അതിന് കാരണക്കാരൻ.
യാക്കോബ് പ്രധാനെ പറ്റി. അതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു നീതിമാൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത്. നമ്മുടെ കാവൽ പിതാവാണ് യാക്കോബ് പ്രധാന. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ വളരെ സമുചിതമായിട്ട് കൊണ്ടാടുക എന്നുള്ളത്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പോടും കൂടി നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയിലും ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലും നമുക്ക് യാചിക്കാം. അതനുസരിച്ച് നമ്മുടെ ഇടവകയിലുള്ള എല്ലാവർക്കും ആ ഒരു അനുഗ്രഹങ്ങളും ആ ഒരു ശ്രേഷ്ഠതയും നമുക്ക് ആ ഒരു അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ട് കാരണഭൂതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഇടവക ഒരു പ്യുവറായിട്ടുള്ള ഒരു ഓർത്തഡോക്സി ബേസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അഭിമന്യ പിതാവിനറിയാം. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമുക്ക് ഒറിജിനൽ ബൈബിളിൻ്റെ ഒരു കോപ്പികളൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതനുസരിച്ച് നമ്മുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധ ബൈബിളുകൾ എത്തിച്ചു. അതുപോലെ തന്നെ എല്ലായിടത്തും അത് നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു ദൈവമാരാണ്? അതാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ചോദ്യം. അത് നമ്മൾ ഇന്നുവരെയും നമ്മൾ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സൺഡേ സ്കൂളിൻ്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ അതിനെപ്പറ്റിയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ഇരുസ്വഭാവവാദത്തിനെതിരെ നിന്നതുകൊണ്ടാണ് യാക്കോബ് പ്രധാനയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത്. കൽക്കീദോൻ സുന്നഹദോസിന് വിരുദ്ധമായിട്ട് നിന്ന ആ ഒരു കുറച്ച് ആളുകൾ അതിന് ഒരു സുറിയാനി സഭയുടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹം ഒത്തിരി പ്രയത്നിച്ചു. ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഐഡൻറ്റിറ്റിയിലൂടെ നിൽക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു സുപ്രധാനമായ ദിവസത്തിൽ യാക്കോബ് പ്രധാനയുടെ ആ ഒരു ഓർമ്മ കൊണ്ടാടുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലും മധ്യസ്ഥതയിലും ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ചമാശന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി, പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിവസങ്ങളാണ് ഇതെല്ലാം. ഇതിനെല്ലാം നമുക്ക് സാധ്യമായി തീർന്നത് ദൈവം തമ്പുരാൻ്റെ കരുണയും കൃപയും കൊണ്ട് മാത്രമാണ്. അന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മധ്യസ്ഥതയിൽ യാചിക്കാം. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ശമാശനോടുള്ള നന്ദി അറിയിക്കുന്നു. ശമാശനും അഭിനന്ദ തിരുവനന്തപുരവും ഒക്കെ നമ്മളെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായിട്ടുള്ളത് ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ കാവൽപിതാവിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ്, നമ്മുടെ ആഘോഷമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ദേശങ്ങളിൽ നമ്മുടെ ഇടവകകൾ, മാതൃക ദേവാലയങ്ങൾ, അത് ചിലപ്പോൾ ദൈവമാതാവിൻ്റെ നാമത്തിലാകാം, അല്ലെങ്കിൽ ഗീവർഗീസ് സഹോദരിയുടെ നാമത്തിലാകാം, മറ്റേതെങ്കിലും വിശുദ്ധരുടെ നാമത്തിലാകാം. അവരായിരുന്നു നമ്മൾ അവിടെ നിന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ മധ്യസ്ഥർ. എന്നാൽ ഇന്ന് നമ്മൾ ഈ എഡ്മണ്ടണിലായിരിക്കുമ്പോൾ, ഈ ദേവാലയത്തിൽ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രഥമ മധ്യസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധനായ മോർ യാക്കോബ് പ്രധാനയാണ്. ശമാശൻ ഓർമ്മപ്പെടുത്തിയ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർക്കാനായിട്ട് നമുക്ക് ഇടവകക്കാർക്ക് പ്രത്യേക ദിവസം ആവശ്യമില്ല. നമ്മളെപ്പോഴും അദ്ദേഹത്തെ പറ്റി പഠിക്കേണ്ടതാണ്. എന്നാൽ ശമാശൻ ഓർമ്മപ്പെടുത്തിയ എന്നോട് ചേർത്തൊരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ വെക്കുന്ന ചില ഒരു നിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു സത്യസുറിയാനി സഭയുടെ വിശ്വാസി, എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു. ശമാശൻ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയെങ്കിൽ പോലും യാക്കോബ് പ്രധാന വേഷപ്രച്ഛന്നനായി നടക്കുമ്പോൾ അദ്ദേഹം മുറുകെ പിടിച്ച ഒരു സത്യവിശ്വാസമുണ്ട്. സെവറിയോസ് പാത്രിയർക്കീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമിയല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ, അദ്ദേഹം നാട് കടത്തപ്പെട്ടത് എന്തിനായിരുന്നു എന്നുള്ളത് നിങ്ങളിൽ ചരിത്രം പഠിച്ചിട്ടുള്ളവർ, സൺഡേ സ്കൂൾ പോയിട്ടുള്ളവർക്കും അറിയാം. ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിലാണ്. ഞാൻ മനസ്സിലാക്കിയ ആ വിശ്വാസത്തിൽ നിന്ന് എന്ത് കാരണവശാലും ഞാൻ മാറുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുത്ത പിതാവ് നാട് കടത്തപ്പെട്ടപ്പോൾ, അന്ന് ആ കാലയളവിൽ നമ്മൾ ഇന്ന് പല പുതിയ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കൈവപ്പ് അവിടെ നിന്നുപോയി എന്നൊക്കെയുണ്ട് ചില പഠിപ്പിക്കലുകൾ നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഒരു ഇൻഡെപ്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ കാലയളവിൽ പല പിതാക്കന്മാരും സെവറിയോസ് പാത്രിയർക്കീസിനെ നാട് കടത്തി. അദ്ദേഹം ഇനി അവിടെ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സത്യവിശ്വാസം പഠിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ നാക്കറക്കും എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. മറ്റ് പല പിതാക്കന്മാരും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്നു. ചിലരെ കൊന്നുകളഞ്ഞു, ചിലരെ തടവിലാക്കി. ആ കാലയളവിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ
അവിടെ അവർ പല പാത്രിയർക്കീസന്മാരെയും കൊണ്ടുവന്നിട്ട് മറ്റ് സഭകളിലെ രാജാക്കന്മാരുടെ അധികാരത്തോടുകൂടി ബൈസന്റേനിയൻകാർ പല പാത്രിയർക്കീസന്മാരെ കൊണ്ടിറക്കിയപ്പോൾ അവിടുത്തെ കൂടിയ ജനക്കൂട്ടം ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. ആ മുദ്രാവാക്യം ഇന്നും സുറിയാനി സഭയുടെ തുബ്ദേനിൽ നമ്മൾ ഓർക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. നിങ്ങൾക്കറിയാം, 5-ാമത്തെ തുബ്ദേൻ വായിക്കുമ്പോൾ ആ 5-ാമത്തെ തുബ്ദേനിൽ നമ്മൾ ഒത്തിരി പാത്രിയർക്കീസന്മാരുടെ പേരുകൾ ഓർക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ അതിനകത്ത് മോറാൻമാർ ഇഗ്നാത്യോസ് ഏലിയാസ്ത്രീയൻ്റെ മാത്രമേ നമ്മൾ എടുത്ത് പാത്രിയർക്കീസ് എന്ന് പറയുന്നുള്ളെങ്കിൽ പോലും വേറെ പല പാത്രിയർക്കീസന്മാരുടെ പേര് ഓർക്കുന്നുണ്ട്. അതിലൊന്നാണ് മോർ സേവേറിയോസ് പാത്രിയർക്കീസ്. മോർ സേവേറിയോസ് പാത്രിയർക്കീസിൻ്റെ പേര് പറയുന്നതിന് മുമ്പിൽ ഒരു വിശേഷണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് വിശേഷണം? ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. അതിന് ബാക്കി പറഞ്ഞ പേരുകളെല്ലാം ഞങ്ങളുടെ പാത്രിയർക്കീസ്. അപ്പം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മാത്രം ഒരു പ്രത്യേകത ഞങ്ങളുടെ പാത്രിയർക്കീസ് എന്ന് എടുത്തു പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛന്മാരോട് ചോദിച്ചിട്ടുണ്ടോ? സംശയം ചോദിക്കണം. അതായത് അതിന് കാരണമുണ്ട്. അന്ന് അദ്ദേഹത്തെ നാട് കടത്തി കഴിഞ്ഞിട്ട് ബൈസന്റേനിയൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അധികാരത്താൽ വേറെ പാത്രിയർക്കീസിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ പാത്രിയർക്കീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയ സത്യസുറിയാനി സഭയുടെ വിശ്വാസികൾ ഉറക്കെ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ആരൊക്കെ എവിടുന്നൊക്കെ ഏതൊക്കെ പാത്രിയർക്കീസന്മാരെ കൊണ്ടുവന്നാലും ഞങ്ങളുടെ പാത്രിയർക്കീസ് അത് മോർ സേവേറിയോസ് ആണ് എന്ന് അന്ന് വിളിച്ചതാണ്. ഇന്നും നമ്മുടെ 5-ാം തുബ്ദേനിൽ നമ്മൾ പറയുന്നത് ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. ആ പിതാവ് നാടുകടത്തപ്പെട്ടു. അത്രയും സത്യസുറിയാനി സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ആ പിതാവ് നാടുകടത്തപ്പെട്ടപ്പോൾ സുറിയാനി സഭ അതോടുകൂടി ഇല്ലായ്മയായി എന്ന് കരുതിയ ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് യാക്കോബ് വൃതാനായെ. ആ യാക്കോബ് വൃതാനായെ പട്ടം കെട്ടിയത് ഈ സേവേറിയോസ് പാത്രിയർക്കീസിൻ്റെ സ്നേഹിതനും അതേ വിശ്വാസത്തിൽ പിന്തുടർന്നുപോയ കോൺസ്റ്റാന്റിനോപ്പിളിലെ അന്തിമോസും അതോടൊപ്പം തന്നെ മറ്റു പിതാക്കന്മാരും ചേർന്നിട്ട്, ഇല്ലെങ്കിൽ അലക്സാന്ദ്രിയയിലെ പാത്രിയർക്കീസും ചേർന്ന് അദ്ദേഹത്തിന് കൈവപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ സുറിയാനി സഭയുടെ ഒരു മെത്രാപ്പൊലീത്ത എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ ട്രൂ ഫെയ്ത്ത്, ഓർത്തഡോക്സ് ഫെയ്ത്ത് പിന്തുടരുന്ന സുറിയാനി സഭയുടെയും അന്ത്യോക്യൻ സഭയുടെയും അലക്സാന്ദ്രിയൻ സഭയുടെയും അതുപോലെ തന്നെ ബൈസന്റേനിയനിലുണ്ട് അർമേനിയൻ സഭയുടെയും പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ, അന്തിമോസിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ നമ്മുടെ ഫെയ്ത്തിലുള്ള അർമേനിയൻ സഭ. ആ സഭകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്ത എന്ന നിലയിലാണ് ഈ യാക്കോബ് വൃതാന ഉയർത്തപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും ഈ സഭകളെ എല്ലാം പാത്രിയർക്കീസന്മാരുടെ കൈവപ്പോടുകൂടി അന്ത്യോക്യൻ മെത്രാപ്പൊലിത്തന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ പട്ടവേറ്റ ഈ മെത്രാന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം അനുസരിച്ച് നോക്കി നടക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ വേഷഭൂഷാദികളെല്ലാം മാറ്റി വെച്ചിട്ട് ചാക്ക് ധരിച്ചിട്ട് പോയത് ഈ സത്യവിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. അച്ഛൻ ചമാശൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുന്നു, ലക്ഷമാണെങ്കിലും 1000 ആണെങ്കിലും നമുക്കൊരു കാര്യം പറയാൻ പറ്റും. അങ്ങോളം ഇങ്ങോളം മെസ്സപ്പൊത്തോമിയൻ്റെ പ്രദേശങ്ങളിലും സിറിയൻ പ്രദേശങ്ങളിലും റോമൻ കിഴക്കൻ സാമ്രാജ്യത്തിൽ മുഴുവനും അദ്ദേഹം രാത്രികളും പകലൊന്നുമില്ലാതെ യാത്ര ചെയ്ത് ഈ സത്യവിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചു. ആ പിതാവിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഈ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് നമ്മുടെ വിശ്വാസത്തും എന്താണെന്ന് പഠിക്കാൻ പോലും ഞാനും നിങ്ങളും മെനക്കെടാത്തപ്പോൾ, ഇല്ലെങ്കിൽ അതിന് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ ഈ പിതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടി ഇവിടെ വലിയ കുരിശുകൾ നിരത്തിയതുകൊണ്ടോ വലിയ ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ടോ ആ പെരുന്നാളിൽ നമ്മൾ യഥാർത്ഥത്തിൽ പങ്കാളികളാവുന്നില്ല. ആ പിതാവിൻ്റെ ജീവിതത്തിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ ലോകത്തിൽ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യരില്ല. എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ വിശുദ്ധൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഈ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കേവലം നമ്മളൊരു ചടങ്ങ് തീർക്കുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ, അതായത് യേശു തമ്പുരാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്ത രൂപം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഇല്ലെങ്കിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്നറിയാവോ? ഏതാണ് ഏറ്റവും പവർഫുൾ പ്രെയർ? സിറിയക് ചർച്ചിൻ്റെ ഏറ്റവും പവർഫുൾ പ്രെയർ എന്താണ് എന്ന് നമുക്ക് പറയാൻ, അത് പ്രെയർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയത്തില്ല. പക്ഷേ എങ്കിലും ഏറ്റവും വലിയൊരു പ്രൊക്ലമേഷനാണത്. ഏതാണെന്നറിയാവോ? തിരുമേനി ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആൾക്കാർ പറയാത്തവർക്കെല്ലാം അറിയാം കേട്ടോ. അതെ, നൈസീൻ ക്രീഡ്, നിക്യ വിശ്വാസ പ്രമാണം. ആ നിക്യ വിശ്വാസ പ്രമാണത്തിൽ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പുത്രൻ തമ്പുരാൻ്റെ സ്റ്റാൻസ് അത് വരുമ്പോൾ, ആ പാരഗ്രാഫ് വരുമ്പോൾ എന്താണ് പറയുന്നത്? അവിടുന്ന് മനുഷ്യനായി തീർന്ന്, അല്ലേ, അവിടെ തൻ്റെ
ദൈവത്വത്തിന് ഒരു മാറ്റവും വരുത്താതെ മനുഷ്യനായി തീർന്ന് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നത് ഒരേ സമയം അവൻ ദൈവവും മനുഷ്യനും ഒരേ സമയം അവനിൽ ദൈവത്വവും മനുഷ്യത്വവും വേർപെടാതെ നിന്നു. മറ്റു പല സഭകളും അവരുടെ യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ അതെങ്ങനെയാണ് ഒരു സമയത്ത് ഒരാൾക്ക് ദൈവവും മനുഷ്യനും ആകാണ്ടിരിക്കുന്നത്, ഒരാളിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ എങ്ങനെ നിൽക്കുമെന്ന് യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ, യുക്തിക്ക് അതീതമാണ് ദൈവവിശ്വാസം എന്നുള്ള പ്രഖ്യാപനം നമ്മളെ പഠിപ്പിച്ച പിതാക്കന്മാരാണ് ഇവർ. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളുമാവുന്ന ഈ സമൂഹം നമ്മുടെ വിദ്യാഭ്യാസം കൂടുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും മെച്ചപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ യുക്തി കൊണ്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, യാക്കോബുർദാന ഇല്ലെങ്കിൽ ആ യാക്കോബുർദാനെ പോലെയുള്ള പിതാക്കന്മാർ, നമ്മളിന്ന് ഓർമ്മ നടത്തുന്ന ഈ പിതാക്കന്മാർ അവരവരുടെ യുക്തി കൊണ്ടല്ല ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, അവരുടെ ഹൃദയം കൊണ്ടാണ് ദൈവത്തെ അവർ സ്വീകരിച്ചത്. നമ്മൾക്കും അതുപോലെ സാധിക്കണം. നമ്മുടെ യുക്തിക്കപ്പുറത്തായിട്ട് ദൈവത്തെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ ഒരേ സമയവും ദൈവവും മനുഷ്യനുമായി തീർന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷ ഈ ലോകത്തിലെ മനുഷ്യന്മാരൊക്കെ ശ്രമിച്ച്, പ്രവാചകന്മാരും നിബിയന്മാരും ഒക്കെ വന്ന് ഇവിടെ നോക്കിയിട്ടും നടക്കാതെ പോയപ്പോൾ ദൈവം തന്നെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു എന്നുള്ള ആ വലിയ പ്രഖ്യാപനം നമ്മൾക്ക് കൈമാറി തന്ന പിതാവാണ് യാക്കോബുർദാന പിതാവ്. ആ പിതാവിൻ്റെ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുമ്പോൾ ആ അചഞ്ചലമായ വിശ്വാസത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസം, നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ രക്ഷകൻ ദൈവമാണ്, യേശു ക്രിസ്തുവാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ പിതാവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. ശമാശൻ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ ശമാശൻ പെട്ടെന്ന് ആ ഭാഗം അവസാനിപ്പിച്ചപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ശമാശൻ പറഞ്ഞതിന് മുകളിൽ പറഞ്ഞതല്ല, മറിച്ച് അതിൻ്റെ കൂട്ടത്തിൽ 1-2 പോയിൻ്റ് കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രം. നമ്മുടെ പരിശുദ്ധൻ്റെ മധ്യസ്ഥ നമുക്ക് കോട്ടയം അഭയമാകട്ടെ. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമ്മൾക്കറിയാം, ഇന്നലെ വൈകുന്നേരം ഇവിടെ നമ്മുടെ എഡ്മണ്ടിലെത്തി. ഇന്ന് പകൽ മുഴുവനും ഇന്നത്തെ തിരുമേനി ഫുൾ ടൈം പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ കൂടെ തന്നെ താഴെ കുറച്ച് നേരം കൂടെ ഉണ്ടാവും. അതിനുശേഷം തിരുമേനി പോകും. നാളെ രാവിലെ അഭിമന്യ തിരുമനസ്സുകൊണ്ട് കടന്ന് വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കും. നാളെയും മറ്റന്നാളും തിരുമേനി എഡ്മണ്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്ന് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല, നമ്മുടെ തിരുമേനി ഇവിടെ കുറേ ആളുകൾ തിരുമേനിയെ കാണുവാൻ വന്നിരുന്നു. അതുവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് തിരുമേനി പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ തിരുമേനിയെ കാണുവാനായിട്ട് ഒരു വലിയ ജനാവലി പുറത്തുണ്ടായിരുന്നു. ആരാണെന്നറിയോ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു 3-4 വയസ്സുള്ള നമ്മുടെ ഒരു 5-8-10 പിള്ളേർ തിരുമേനിയെ കാണാനായിട്ട് അവരിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തിരുമേനി എല്ലാവരും ഒന്ന് കൈമുത്തിച്ചില്ല, എല്ലാവരും മുഖത്തൊക്കെ ഒന്ന് തട്ടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ തിരുമേനി അവരുടെ ഒരു 10 മിനിറ്റോളം അവരുടെ കൂടെ ഇരുന്ന് അവരെ എടുത്ത് മടി പിടിച്ച് നമ്മുടെ വിപിൻ്റെ 2ാമത്തെ മോനെ തിരുമേനിയുടെ സ്ലീവായിട്ട് എല്ലാവരും ഒന്ന് ആശീർവാദമൊക്കെ കൊടുത്ത്, അപ്പോൾ തിരുമേനി ഇന്ന് നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇടവയ്ക്ക് അത് വളരെ സന്തോഷമാണ്. തിരുമേനി ഇനിയും തിരുമേനിയുടെ ഏറ്റവും വലിയ തിരക്കുകളൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും തിരുമേനി സമയം കിട്ടുമ്പോൾ തിരുമേനി എഡ്മണ്ടൻ തിരുമേനിയുടെ എന്താ പറയുക ഒരു വെക്കേഷൻ ഹോമായിട്ട് കണ്ട് തിരുമേനി വരണമെന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു. എല്ലാ വീടുകളിലും തിരുമേനിക്ക് ഇവിടെ നമുക്ക് തിരുമേനിയുടെ സമയം കുറവായി വേണ്ട. അത് കഴിഞ്ഞ് കുറേ ആളുകൾ വീണ്ടും പറഞ്ഞു, അച്ഛാ എന്തായി ഫുള്ളായ പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്ക് തിരുമേനി ഒന്നുകൂടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചു. അപ്പോൾ തിരുമേനിയെ കാണാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ തിരുമേനി വീണ്ടും വരണമെന്നുള്ള ഒരു റിക്വസ്റ്റോടെ വെക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ ചടങ്ങുകൾക്കെല്ലാം തിരുമേനി നേതൃത്വം നൽകിയാൻ ഇടവകയുടെ ഉള്ള പ്രത്യേക നന്ദി തിരുമേനിയുടെ തിരുപാദങ്ങൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വചനം നൽകി അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛനെ നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ പള്ളിയുടെ പിക്നിക്കായിരുന്നു ഇന്ന് രാവിലെ. ഇവിടെ പട്ടംകൊട ശുശ്രൂഷ തീരുന്നവർ ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് അച്ഛനന്ന് അവിടെ പോയി പിക്നിക്ക് തല കാണിച്ചിട്ട് ഓടി വീണ്ടും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്ന് അച്ഛനോടും പ്രത്യേകം ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ദൈവദൂത് നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട സിനോജ് ശമാശൻ ഇവിടെ വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് കൈമുത്തിച്ചതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ഭക്ഷണത്തിലും പങ്കെടുത്തേ പോകാവുള്ളൂ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നാളത്തെ ക്രമീകരണം ഒറ്റ വാക്കിൽ പറയട്ടെ. 8:30 പ്രഭാത നമസ്കാരം ആരംഭിക്കും. 9 മണിക്ക് വിശുദ്ധ കുർബാനയും തുറന്നുള്ള കാര്യങ്ങളും നടത്തപ്പെടും. പ്രദക്ഷിണവും എല്ലാം ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും കൃത്യസമയത്ത് എത്തണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും സൺഡേ സ്കൂളിലെ ഗ്രൂപ്പ് വഴി അറിയിച്ചതുപോലെ എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളെയും രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ ദേവാലയത്തിൽ എത്തുവാനും തിരുമേനി വരുന്നതിന് മുമ്പ് തന്നെ നാളെ നമ്മുടെ തിരുമനസ്സുണ്ട്. ഇന്ന് തിരുമേനി വന്നത് ഒരു ഓർഡിനേഷൻ്റെ ഇതാണെങ്കിൽ പെരുന്നാളിൻ്റെ ഇതായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ട് തിരുമേനി നാളെ കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും ചേർന്ന് അഭിമന്യ തിരുമനസ്സിനെ സ്വീകരിക്കത്തക്ക രീതിയിൽ എല്ലാവരും 8:15 മുമ്പായിട്ട് തന്നെ തിരുമേനി 8:15 പള്ളി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ എത്തണമെന്നും അതിന് മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരും ക്രമീകരിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ
അഭിനന്ദ തിരുവനന്തപുരം ആശീർവാദം നൽകി കൈമുത്തിച്ച് നമ്മളെ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണബാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ ഇടവയോടുകൂടെ, നമ്മുടെ കുടുംബങ്ങളോടുകൂടെ, ദൂരെ മരിക്കുവാൻ നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ളവരുടെ കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. എല്ലാവരും മുന്നോട്ട് വന്ന് കൈമുത്തണം. ആ സമയത്ത് ഗായക സംഘം പാട്ടുകൾ പാടും. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ബേസ്ലിയേട്ടൻ, നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റി ബേസ്ലിയേട്ടൻ, അദ്ദേഹം രചിച്ച യാക്കോബുർദാനയുടെ ഒരു ഗാനമുണ്ട്. അത് അവിടെ മേളിൽ പ്ലേ ചെയ്യും. അത് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. ബാക്കി ആളുകൾ ഇപ്പോൾ അത് കൈമുത്താനായിട്ടുള്ള പാട്ടുകൾ പാടാം. ഉത്തമയോസേപ്പിൻ അസ്ഥികളെ മൂശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം. ക്രോധത്തിനുടെ കാലത്ത് നീതി നടിയ ദൈവത്തോ സ്വർഗരാജ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ, സർവശരാചര പാലകനെ, സുസുതനെ ഭൂവിലയച്ചവനെ, സുരവര സംവിധ നായകനെ, സുജനത്തിനു വരദായകനെ, മംഗളമാ തീരണമി പെരുനാൾ. കുരിശുമരത്തിന്മേൽ ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നാളത്തേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പേര് നൽകാനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പേര് നൽകണം. അതോടൊപ്പം തന്നെ ആരെങ്കിലും പെരുന്നാൾ ഓഹരി എടുക്കുവാനായിട്ടും പെരുന്നാൾ വഴിപാടായിട്ട് ഏറ്റുകഴിക്കാനായിട്ടും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അന്ത്യോക്യായുടെ പൊൻവിളക്കേ, സത്യവിശ്വാസത്തിൻ ഗോപുരമേ, ഞങ്ങൾക്കായി നീ ഈ മണ്ണിലും കാവലായി തീർന്നിടണേ, കവചമായി നിലകൊള്ളണേ. മോറിയാക്കോ ബുർദോനോ, അന്ത്യോക്യായുടെ പൊൻവിളക്കേ.
ആശയോടെ നിൻ തിരുമുൻപിൽ വന്നിത അടിയങ്ങൾ കീണിടും കനിഞ്ഞിടണേ. ഏഴയാം ഞങ്ങൾ നിൻ സവിദേവ